ഗുരുവായൂരപ്പനും ശങ്കരാചാര്യരും. ഭൂലോക വൈകുണ്ഠമായ ഗുരുവായൂരിലെ ഏറ്റവും വലിയ പ്രത്യേകത അവിടുത്തെ ചടങ്ങുകളുടെ കൃത്യനിഷ്ഠയാണ്. 1300ഓളം വർഷങ്ങൾക്ക് മുമ്പ് ശങ്കരാചാര്യർ ചിട്ടപ്പെടുത്തിയ പൂജാക്രമങ്ങളാണ് ഇപ്പോഴും ഇവിടെ അണുവിട തെറ്റാതെ നടക്കുന്നത്. ശങ്കരാചാര്യർ ശിവന്റെ അംശാവതാരം ആണെന്നാണ് വിശ്വാസം. അദ്ദേഹത്തിന് ഭൂമിയിലൂടെയും യോഗബലം കൊണ്ട് ആകാശത്തിലൂടെയും സഞ്ചരിക്കുവാൻ കഴിവുണ്ടായിരുന്നു. ഒരിക്കൽ അദ്ദേഹം ആകാശമാർഗേന ശൃംഗേരിക്ക് പോകുകയായിരുന്നു. ഗുരുവായൂരിന് മുകളിലൂടെയായിരുന്നു യാത്ര. അപ്പോൾ താഴെ ഗുരുവായൂരിൽ ശിവേലി നടക്കുകയായിരുന്നു. എന്നാൽ ശൈവ തേജസ്സായ ശങ്കരാചാര്യർ ഭഗവാനെ വണങ്ങാൻ കൂട്ടാക്കിയില്ല. ആചാര്യരുടെ അഹങ്കാരം ഭഗവാന് സഹിച്ചില്ല. അദ്ദേഹം ഒരു മാത്ര നേരത്തേക്ക് ശങ്കരാചാര്യരുടെ യോഗസിദ്ധി ഇല്ലാതാക്കുകയും ശങ്കരാചാര്യർ ഭൂമിയിലേക്ക് വന്നു വീഴുകയും ചെയ്തു. അതും ഗുരുവായൂർ വടക്കേ നടപ്പന്തലിൽ ഭഗവാന്റെ ശിവേലിക്ക് മുമ്പിലേക്ക് വന്നു വീണു. വീണതും ആചാര്യർക്ക് തൻ്റെ തെറ്റു മനസ്സിലായി. ഉടൻ തന്നെ അവിടെ നിന്നുകൊണ്ട് ഗോവിന്ദാഷ്ടകവും നാരായണ ജപവും നടത്തി ഭഗവാനോട് മാപ്പിരുന്നു. പിന്നീട് അദ്ദേഹം അവിടെ ഒരു മണ്ഡലം ഭജനം ഇരിക്കുകയും ഗുരുവായൂരിലെ പൂജാക്രമങ്ങൾ പരിഷ്കരിക്കുകയും ചെയ്തു. മണ്ഡലം ചിറപ്പും അതിനുള്ളിൽ ഏകാദശിയും വരുന്ന രീതിയിൽ പൂജയും ഉദയാസ്തമന പൂജയുടെ ക്രമങ്ങളും എല്ലാം അദ്ദേഹം ചിട്ടപ്പെടുത്തി. അതിൽ പിന്നെ ആ രീതിയാണ് ഇവിടെ പിന്തുടരുന്നത്. ശങ്കരാചാര്യർ വന്നു വീണ സ്ഥലം വടക്കേ ശിവേലിപ്പുരയുടെ മുകളിൽ ഒരു ചെറിയ ദ്വാരം ഇട്ട് ഇപ്പോഴും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ശങ്കരാചാര്യരുടെ പ്രതിമയും ഇപ്പോൾ ആ ഭാഗത്ത് കാണാം. ഇപ്പോഴും ശിവേലി എഴുന്നള്ളി ഈ ഭാഗത്ത് വരുമ്പോൾ ശങ്കരാചാര്യർ അന്ന് വീണതിൻ്റെ സ്മരണയ്ക്കായി മേളം ഒരു നിമിഷം നിർത്തി ആ ഓർമ്മ പുതുക്കാറുണ്ടത്രേ. ഉത്സവകാലത്ത് ഭഗവാൻ പൊൻപഴുക്ക മണ്ഡപത്തിൽ ദർശനം കൊടുക്കുന്നതും ശങ്കരാചാര്യർ അന്ന് വീണ സ്ഥലത്ത് വെച്ചാണ്. വടക്കേ നടയിൽ വെച്ച് ഭഗവാനെ ദർശിക്കുന്നത് അതീവ പുണ്യമായി കരുതുന്നു. ഗുരുവായൂര് വടക്കേ നട സ്വർഗവാതിലായി കണക്കാക്കപ്പെടുന്നു. കൃഷ്ണനാട്ടം കളി നടക്കുന്നതും വടക്കേ നടയിൽ വെച്ചാണ്. രാവിലെയും വൈകുന്നേരവും നടക്കുന്ന ശിവേലി വടക്കേ നടയിലെത്തുമ്പോൾ മിക്ക ഭക്തജനങ്ങളും സാഷ്ടാംഗം വീണ് നമസ്കരിക്കുന്നത് ആ സ്മരണയിലാണ്.